Praise the Lord. ഒരു പ്രഭാതം കൂടി, ഒരു സാവകാശം കൂടി സ്വർഗം നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നല്ലോ. അവിടുത്തെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, ദൈവത്തിന് മാറ്റമില്ലാത്ത വചനവുമായി ദൈവപാദപീഠത്തിലേക്ക് അടുത്തു വരുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരു സാവകാശം കൂടി തന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ദാസനായ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അതിന്റെ 4-ാം അധ്യായത്തിൽ അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിപ്പാൻ കഴിഞ്ഞു, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. മനുഷ്യ ജീവിതം അല്ലെങ്കിൽ പല വിഷയങ്ങളെക്കുറിച്ച് അതേ ചിന്തിക്കുന്ന, വ്യാകുലപ്പെടുന്ന, വിചാരപ്പെടുന്ന ജീവിത അനുഭവങ്ങളിൽ നിലനിൽക്കുന്നവരാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നു, കുഞ്ഞെ നീ ഭാരപ്പെടേണ്ട, നീ വിചാരപ്പെടേണ്ട. നീ വിചാരപ്പെടുന്നത് കൊണ്ട് അത് ഒന്നിനോടൊന്ന് കൂട്ടാനൊട്ട് കഴിയുകയില്ല, അതൊട്ട് കുറയ്ക്കാനും കഴിയുകയില്ല. അതുകൊണ്ട് നീ ഭാരപ്പെടേണ്ട, നീ വിചാരപ്പെടേണ്ട. എന്നാൽ നിനക്ക് വേണ്ടി വിചാരിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്, നമ്മെക്കുറിച്ച് വിചാരിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട് കേട്ടോ. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ ഭാരപ്പെടേണ്ട കേട്ടോ. നിന്നെ വിചാരിക്കുന്ന, നിന്നെ കരുതുന്ന കർത്താവിന്റെ കാര്യങ്ങളിൽ ഇന്ന് പകരേൽപ്പിക്കാം. ആ ദൈവം നമ്മെ സഹായിക്കും, നമ്മെ ബലപ്പെടുത്തും.